blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യമേ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങളോട് പറയാം. എന്നിട്ട് ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ പറയുന്നത് കൂടാതെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും അവരോടനുബന്ധിച്ചുള്ളത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പോൺസേഴ്സ് നമ്മളെ ഇന്ന് അനുഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നീതു ജേക്കബ്, ഇന്നലെ ഈ സഹോദരിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതുപോലെ തന്നെ ഹസ്ബൻഡ് റോബിൻ കുര്യാക്കോസിൻ്റെ ബർത്ത്ഡേ 17-നായിരുന്നു. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ റോബിൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. അതുപോലെ നീതുവിന് ബില്ലിംഗ് ആൻഡ് കോഡിംഗ് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രോപ്പർട്ടി സെയിൽ, നല്ല വിലയ്ക്ക് പ്രോപ്പർട്ടി വിൽക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്ന് ടോണി ആൻഡ്രൂസ്, വൈഫിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ജോലി ലഭിക്കാൻ, ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ. സുരേഷ്, അജിത്ത് എന്നീ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവരുടെ മേലൊരു സാമ്പത്തിക അനുഗ്രഹം വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശോശാമ്മ മത്തായി, മകന് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ വിടുതലുണ്ടാകാൻ. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അമ്മമാർ, അപ്പന്മാർ ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മുടെ സ്വന്തം മകനെ പോലെ മകൾക്കും മരുമകനും വേണ്ടിയിട്ട് ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുട്ടികളില്ല, 10 വർഷമായി. ഭർത്താവിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ബിജു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിസിനസ്സിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകാൻ, ക്യാൻറ്റീൻ ബിസിനസ് വളരെ സ്മൂത്തായി പോകാൻ വേണ്ടിയിട്ട്. സഹോദരിയുടെ മക്കൾ ചിഞ്ചു, ദീപ, ഡെൻസി വിദേശത്ത് നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടി. ഒരാൾ കൂടെ ഉണ്ട്, ശ്യാം ലാൽ. സഹോദരിയുടെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നും വിടുതൽ ലഭിക്കാൻ ശ്യാമിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ബാക്ക് ബോണിലെ ആ നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോകാൻ. ഇനി ഓരോ പ്രാർത്ഥന വിഷയങ്ങളും വായിച്ചപ്പോൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ കേൾക്കുന്ന മിറക്കിൾസ് ടുഡേ സാക്ഷ്യങ്ങൾ ഓർത്തു പോവുകയാണ്. ഇതുപോലെ സ്പോൺസർ ചെയ്തവർ, ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചവർക്ക് കർത്താവ് അത്ഭുതകരമായി ഇതിനുമുമ്പ് പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിലേക്ക് കൈവയ്ക്കുകയാണ്. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ നിങ്ങൾ കൂടെ കൈനീട്ടി ലോകമെമ്പാടുമുള്ള ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ഓരോ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേലും കർത്താവ് അതിൻ്റെ മഹാത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ വിടുതലുണ്ടാകട്ടെ. രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് അതുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ ലഭിക്കേണ്ടവർക്ക് ഉണ്ടാകട്ടെ. ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കട്ടെ. ഏതെല്ലാം വിഷയങ്ങൾ കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ സമയത്ത് ഏൽപ്പിക്കുന്നു, അതിൻ്റെ മേലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. കർത്താവിൻ്റെ അത്ഭുതത്തിനായി നന്ദി, അത്ഭുതത്തിനായി നന്ദി. എല്ലാം കർത്താവ് അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. എത്രയും വേഗം മറുപടിയുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. മാത്രമല്ല, പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് എത്രയും വേഗം മറുപടി ലഭിക്കും എന്ന് വിശ്വസിച്ചിപ്പോഴേ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ഫെബ്രുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് ഫെബ്രുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, പടിഞ്ഞാറേ നട, ഡാനാപ്പടി, ഹരിപ്പാട്. വിശുദ്ധനാട് സന്ദർശനം.
ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. നിങ്ങൾ ഈ കാണുന്നത് കഫർനഹൂമിൽ അന്ന് യേശുവിൻ്റെ കാലത്ത് കർത്താവ് ശുശ്രൂഷിച്ച ആ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ടായിരിക്കും യേശു കർത്താവ് പ്രസംഗിക്കുമ്പോൾ ആ ഭൂതഗ്രസ്തൻ്റെ അകത്തുള്ള ഭൂതം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയും യേശു കർത്താവ് ആ ഭൂതത്തെ പുറത്താക്കി അവനെ വിടുവിക്കുകയും ചെയ്തത്. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന, യേശുവാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശുവിനെ ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ? യേശു കള്ളം പറയില്ല എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? യേശു സത്യമേ പറയൂ. അണ്ട് യേശു പലപ്പോഴും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ട്രൂലി ട്രൂലി ഐ സേ ടു യു. കാരണം യേശു സത്യമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശു സത്യമാണ്. ഒരിക്കലും യേശുവിന് കള്ളം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ യേശു ഒരു സത്യം പറയുന്ന ഇതാണ്, ഹൂ എവർ acknowledges me before others, I will also acknowledge before my Father in heaven. ഈ ഇരിക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഇരിക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ മനുഷ്യരുടെ മുൻപാകെ യേശുവിനെ ഏറ്റു പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തെ പറഞ്ഞാൽ, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ കുഞ്ഞാണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞാൽ, ആ വ്യക്തിയെ സ്വർഗത്തിൽ പിതാവിൻ്റെ മുൻപിൽ യേശു ഏറ്റുപറയും. ഇനി അടുത്ത അതിൻ്റെ 33-ാമത്തെ വചനം, അടുത്ത വചനം, മനുഷ്യരുടെ മുമ്പിൽ. ഇനി അതിൻ്റെ വിപരീത സിദ്ധാന്തം പറയാൻ പോവുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ, ആരെങ്കിലും യേശുവിന്റെ നാമത്തെ തള്ളിപ്പറഞ്ഞാൽ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഞാനും ആ വ്യക്തിയെ തള്ളിപ്പറയും. അഥവാ യേശു ആ വ്യക്തിയെ സ്വർഗത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. വെരി സിമ്പിൾ. പക്ഷേ ഇതിന് മാറ്റമില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം യേശു ആകർഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ വന്നത്. ഇതിലും കൂടുതൽ പേർക്ക് ഇന്നിവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞു. കാരണം സ്വർഗത്തിലെ പിതാവ് തൻ്റെ പുത്രനിലേക്ക് ആകർഷിച്ചപ്പോൾ നിങ്ങൾ ആ ആകർഷണത്തെ സ്വീകരിച്ച് വന്നു. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഇനിയുള്ള ജീവിതകാലത്ത് എവിടെയാണെങ്കിലും യേശുവിന് വേണ്ടി നട്ടലോടെ ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. ഒരു പക്ഷേ ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ട് കാണും. ഞാൻ അവരെ നിർബന്ധിക്കുന്നില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ഉള്ളിൽ മാത്രം വിശ്വസിച്ച് പുറമെ വിശ്വാസം കാണിക്കാതെ ചിലർക്ക് ജീവിക്കേണ്ടി വരും. നോ പ്രോബ്ലം. ഒരു സമയത്തേക്ക് ഒരുപക്ഷെ അത് ആവശ്യമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് തുറന്നു പറയാൻ കഴിയാതെ സാഹചര്യങ്ങൾ കൊണ്ടോ ഭയം കൊണ്ടോ ലജ്ജ കൊണ്ടോ ഒക്കെ ചിലർ അങ്ങനെ ആകാറുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ രഹസ്യ ശിഷ്യന്മാർ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ സീക്രട്ട് ഡിസൈപ്പിൾസ്. അങ്ങനെയുള്ള 2 പേരുടെ പേര് പറയാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്ന നിക്കോദിമോസ്. 2, അരിമത്യക്കാരൻ ജോസഫ്. യേശുവിൻ്റെ മൃതശരീരത്തെ ക്രൂശീകരണത്തിന് ശേഷം ഏറ്റുവാങ്ങിയ അരിമത്യക്കാരൻ യോസഫ്. അദ്ദേഹത്തിൻ്റെ കല്ലറയിലാണ് യേശുവിനെ
ഫ്യൂണറൽ നടത്തിയത്. അദ്ദേഹം വലിയൊരു പണക്കാരനായിരുന്നു, നിക്കോദേമോസും വലിയ പണക്കാരനായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് സമുദായത്തിൽ യേശുവിൻ്റെ കാര്യം വ്യക്തമായി പറയാൻ ആദ്യകാലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കും? രഹസ്യ ശിഷ്യന്മാർ, സീക്രട്ട് ഡിസൈപ്പിൾസ്. അപ്പം നമ്മൾ അവരെ എന്താ വിളിക്കുന്നത്? കേട്ടില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവരെല്ലായ്പ്പോഴും രഹസ്യ ശിഷ്യന്മാരായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു അവരുടെ തുടക്കം പറഞ്ഞ് രഹസ്യ ശിഷ്യന്മാരായിട്ടായിരുന്നു. പക്ഷെ അവസാനം അവർ പരസ്യ ശിഷ്യന്മാരായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-2 വചനങ്ങൾ. യഹൂദരുടെ ഭരണസമിതിയിലെ അംഗമായ, യഹൂദന്മാരുടെ ഗവേണിംഗ് കൗൺസിലിൽ, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്ന നിക്കോദേമോസ് എന്നു പേരുള്ള ഒരു പരീശൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ ഫാരിസി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരീശനായിരുന്നു. അതൊരു ജൂയിഷ് മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. തീവ്രമായി മതഭക്തിയുള്ള ആളുകളായിരുന്നു പരീശന്മാർ. അതിനുശേഷം സുവിശേഷത്തിലെ പല ഭാഗങ്ങളിലും പരീശന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വ്യക്തി ഒരു പരീശനായിരുന്നു, തീവ്രവാദിയായിരുന്നു. അത് കൂടാതെ ഹി വാസ് എ മെമ്പർ ഓഫ് ദ ജൂയിഷ് റൂളിംഗ് കൗൺസിൽ. അപ്പോൾ സമൂഹത്തിലെ ചെറിയ പുള്ളിയൊന്നുമല്ല നിക്കോദേമോസ്. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ വലിയ ടോപ്പ് ലെവലിലുള്ള സമൂഹത്തിലൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു അന്നത്തെ കാലത്ത് ഒരു വിവാദ പുരുഷനായിരുന്നത് കൊണ്ട്, യഹൂദന്മാർ അവനിൽ പലരും വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ദർ വാസ് എ ചാലഞ്ചിങ് സിറ്റുവേഷൻ. ശരിക്കും അവൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയാൻ ബുദ്ധിമുട്ട് വന്നു. 2-ാമത്തെ വചനം വായിക്കാം. അദ്ദേഹം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന്. എപ്പോഴാ വന്നത്? രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന്, റബ്ബി, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നു വന്ന ഒരു ഗുരുവാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വ്യക്തി യേശു ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ഒത്തിരി സ്ഥലങ്ങളിൽ യേശു പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിച്ചു. അദ്ദേഹം വന്നില്ല. കാരണം എന്താ? വന്നു കഴിഞ്ഞാൽ റൂളിംഗ് കൗൺസിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇയാളും പോയി, അദ്ദേഹം പുറത്താകും. അതുകൊണ്ട് അദ്ദേഹം പോയില്ല. വലിയ വലിയ മീറ്റിങ്ങുകളിലൊന്നും പരസ്യമായി അദ്ദേഹം വന്നില്ല. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ യേശുവിൻ്റെ അടുക്കൽ അദ്ദേഹം വന്നു. ഈവൻ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പരസ്യമായി ഇതുപോലെ നിങ്ങൾ വന്നതുപോലെ വന്നിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പലരുമുണ്ട്. സീക്രട്ടായി എൻ്റെ അടുക്കൽ വരുന്ന പലരുമുണ്ട്. രഹസ്യത്തിൽ വന്ന് കാര്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകും. ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ടാണ്, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ കണ്ടാൽ, പ്രത്യേകിച്ച് ക്യാമറയൊക്കെ ഉള്ളതാണ്, ആരെങ്കിലും കണ്ട് ഇതെങ്ങാലും ബ്ലെസ്സിങ് ടുഡേയിൽ വന്നാൽ ഐഡൻറ്റിറ്റി പുറത്താകും. അതുകൊണ്ട് വരാത്ത ഒത്തിരി പേരുണ്ട്. എന്നതുകൊണ്ട് അവർക്ക് വിശ്വാസം ഇല്ലെന്നല്ല, അവർക്കും സത്യം അറിയാം. ഓക്കെ, നിക്കോദേമോസ് തൻ്റെ ജീവിതം ആരംഭിച്ചത് എന്തായിട്ടായിരുന്നു? മറന്നുപോയി. ഉറക്കെ. ഒരു രഹസ്യ ശിഷ്യനായി നിക്കോദേമോസ് തൻ്റെ വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിച്ചു. എന്നാൽ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മൾ എവിടെയാ? യോഹന്നാൻ 3-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 50-ഉം 51-ഉം വചനങ്ങളാണ് വായിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു പശ്ചാത്തലം പറയാം. യോഹന്നാൻ 7-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ യേശു ഒരു കാര്യം ചെയ്തു. യേശു വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ ആരുണ്ട്? അമ്മയുണ്ട്, ബ്രദേഴ്സുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അവരോട് പറഞ്ഞു, ഞാൻ ജെറുസലേമിൽ അവരുടെ കൂടാര പെരുന്നാളിന് പോകുകയാണ്. ആ സമയത്ത് എന്താ ഉണ്ടായെന്നറിയാമോ? യേശുവിൻ്റെ സഹോദരന്മാർ തന്നെ പരിഹസിച്ചു. 7-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ കാണാം, പരിഹസിച്ചു. പക്ഷേ യേശു പോയി അവിടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഫെസ്റ്റിവൽ ഓഫ് ടാബർനാക്കിൾസ്, കൂടാര പെരുന്നാൾ നടക്കുകയാണ്. ആ സ്ഥലത്ത് ചെന്ന് യേശു കർത്താവ് പരസ്യമായി പഠിപ്പിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. ഇനി കേട്ടോ,
ആ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം വന്നപ്പോൾ യേശു കർത്താവ് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? 38, 37, 38, 39 വചനങ്ങളിൽ വായിക്കാമോ? ഉത്സവത്തിന്റെ പ്രധാന ദിനമായ ഒടുവിലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ഈ വയറിനകത്ത് തോന്നുന്ന ദാഹത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഹൃദയത്തിനകത്ത്, ആത്മാവിനകത്ത് ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ അവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. അടുത്ത ഭാഗം, എന്നിൽ വിശ്വസിക്കുന്ന, നോക്കൂ, എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവന്റെയും ഉള്ളിൽ നിന്ന് ഒരാളുടെ അല്ല, രണ്ടാളുടെ അല്ല, ആരെന്നിൽ വിശ്വസിച്ചാൽ, ചൊവ്വ നേരെ വിശ്വസിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്തൊഴുകും? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പറഞ്ഞ എന്തൊഴുകും? പറഞ്ഞ എന്തൊഴുകും? മരണത്തിന്റെ നദികളല്ല, ജീവജലത്തിന്റെ നദികൾ അവരിൽ നിന്നും ഒഴുകാൻ തുടങ്ങും. വലിയ ടെമ്പിൾ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ജനക്കൂട്ടം മുഴുവൻ, ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ ഇപ്പോൾ എങ്ങോട്ടാ ഓടുന്നത്? ദാഹിക്കുന്നവരെല്ലാം എങ്ങോട്ട് ഓടി? യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി. ഇത് കണ്ടപ്പോൾ യഹൂദന്മാരുടെ പ്രമാണികളായിരുന്ന പരീശന്മാരുടെ കണ്ണിൽ എന്ത് വന്നു? അസൂയ വന്നു, കണ്ണുകടി വന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ടെമ്പിൾ ഗാർഡ്സിനെ, കാവൽക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോവാ. ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പോയി അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോവാ. യഹൂദന്മാരുടെ ലീഡേഴ്സ് മുഴുവനും ഭയങ്കരമായൊരു തർക്കം അവിടെ ഉണ്ടായി. ഇവൻ ആരാ? ഇന്നലെ വരെ തച്ചൻ്റെ മകനായി ഫർണിച്ചറുകൾ ഉണ്ടാക്കി നടന്ന മരപ്പണിക്കാരൻ തച്ചൻ്റെ മകൻ വലിയൊരു റബ്ബായി ആയിരിക്കുന്നു, വലിയൊരു ഗുരുവായിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവനെ എന്ന് മാത്രമല്ല, ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മത നേതാക്കന്മാർക്ക് അത് സഹിച്ചില്ല. അവർ പറഞ്ഞു, അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുപോവാ. അങ്ങനെ ദേവാലയത്തിൽ നിന്നുള്ള അകമ്പടി സേവകർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മറച്ച് ചെയ്തു. എങ്ങോട്ട്? യേശുവിൻ്റെ അടുക്കിലേക്ക്. ആ അധ്യായത്തിൽ വായിക്കണം. യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ ചെന്നു. അപ്പോഴാണ് കാണുന്നത് വലിയൊരു ജനക്കൂട്ടം. കൂടാരപ്പെരുന്നാളിൽ വന്ന ആളുകൾ മുഴുവൻ എവിടെ നിൽക്കുന്നു? കൂടാരപ്പെരുന്നാളിൽ വന്നവർ എല്ലാം എവിടെയാണ് നിൽക്കുന്നത്? യേശുവിൻ്റെ ചുറ്റും നിന്ന് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലരെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ട് ദാഹത്തോടെ ജീവന്റെ മൊഴികൾ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഹലോ, ആ കൂട്ടത്തിൽ ചെന്ന് ഇവരും നിന്നു. ആര് നിന്നു? ഈ അകമ്പടി ടെമ്പിൾ ഗാർഡ്സ് എന്ന ആ കൂട്ടത്തിൽ നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തുറന്നു, അവരുടെ കാതുകൾ തുറന്നു. അവരും വാ പുളർന്ന് അവരും യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് 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 കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ യേശുവിൻ്റെ ശിഷ്യരായി മാറി. ഈ സഹോദരിയുടെ പേര് ജെസ്സി ജോമോൻ എന്നാണ്. ജെസ്സി ജോമോനാണ്. തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, 2.5 വർഷമായെങ്കിലും കഴിഞ്ഞ 1 വർഷം മുൻപ് ഇവരുടെ ജീവിതത്തിൽ താൻ 2 തവണ പ്രഗ്നൻ്റ് ആയി. പക്ഷേ 2 തവണയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയി. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ യൂട്രസിന് വേണ്ട ബലമില്ല, അതുകൊണ്ട് ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഇനി പ്രഗ്നൻ്റ് ആയാൽ മതി. ഇനി പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്കാനിങ്ങിൻ്റെ ഡേറ്റ് കൊടുത്തു. ഇവർ ആ ദിവസം സ്കാൻ ചെയ്യാൻ ചെന്നു. അതിനു മുൻപ് ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വേദന കൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ 2 തവണ മാവേലിക്കരയിൽ ഈ ഹോളിൽ ഇവർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിനായി വന്നിരുന്നു. ഇതിനു മുൻപുള്ള 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലും ഇവിടെ വന്നു, ഈ ഹോളിൽ ജെസ്സി പങ്കെടുത്തിരുന്നു. തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ല,
ആ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേദനയും ഇനിയൊരു കുഞ്ഞുണ്ടാകുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു ഈ വിവാഹത്തിന് ശേഷമുള്ള ഈ 2.5 വർഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ കൊടുത്ത ആ ഡേറ്റും സ്കാനിങ്ങിലുള്ള ഡേറ്റും അടുത്ത് വന്നിരുന്നു. ഇവർ സ്കാനിങ്ങിനായിട്ട് ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം താൻ സ്കാനിങ്ങിനായിട്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ സ്കാൻ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് താൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആണ്. താൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്. ഡോക്ടർമാർ പറഞ്ഞു ഇത് കുറച്ച് പ്രശ്നമാവും, കാരണം ഇനി നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് ഇതിന് ശേഷം മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയുള്ള ഈ മാസങ്ങളിൽ വീട്ടിൽ തന്നെ ഏറ്റവും ശ്രദ്ധയോടു കൂടി തന്നെ ഒരു ജോലിയും ചെയ്യേണ്ട, ബെഡിൽ തന്നെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. ബെഡ് റെസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ഉള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. താൻ വീട്ടിൽ അടങ്ങിയിരിക്കുവാൻ തീരുമാനിച്ചില്ല. താൻ പഴയതുപോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യുവാൻ തുടങ്ങി. ആ മാസങ്ങളൊക്കെ താൻ പറയുന്ന ഇങ്ങനെയാണ്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് ഉദരത്തിലുള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കഴിഞ്ഞ ജൂലൈ മാസം 22-ാം തീയതി ഒരു സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ച്. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, നോർമൽ ഡെലിവറി ആണ്, എന്നാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ സിസേറിയൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്തു. അത്രേ ഉള്ളൂ. നോർമൽ ഡെലിവറി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു കുഴപ്പവും ഇല്ലാതെ ദൈവം ഒരു മനോഹരനായ ഒരു കുഞ്ഞിനെ നൽകി. ദുഃഖത്തിൻ്റെ 2 അവസ്ഥകൾ വന്നു. എന്നാൽ അടുത്തത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ നല്ലൊരു ആൺപൈതലിനെ കർത്താവ് നൽകിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇതിനു മുൻപ് ദുഃഖിച്ച അനുഭവങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കർത്താവ് മനോഹരമായി നമുക്ക് ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ ജനം എൻജോയ് ചെയ്യാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. തൈറോയിഡ് മൂലം ഈ കഴുത്തിൽ മുഴയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. അതുപോലെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് സോക്കറ്റിനകത്ത് പെയിനും നന്നായി ഇത് ചലിപ്പിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം നടക്കട്ടെ. കഴുത്തിൻ്റെ അസ്ഥികളിൽ എല്ലുകൾക്ക് തേയ്മാനമുള്ള വ്യക്തികൾ, ഇടയ്ക്ക് കോളർ ധരിക്കുന്ന, ഇതിൻ്റെ ഇവിടെ കട്ടിയുള്ള കോളർ ധരിച്ചുകൊണ്ട് ആശ്വാസത്തിന് വേണ്ടി ധരിക്കുന്നവർ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അവിടെ ആ സ്പോണ്ടിലൈറ്റിസും അനുബന്ധ രോഗങ്ങളും പ്രയാസങ്ങളും സൗഖ്യമാകട്ടെ. കുടലിനകത്ത് രോഗങ്ങളുള്ളവർ, അൾസറാകാം, അസിഡിറ്റി ആകാം, വയറിൻ്റെ അകത്തുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ വയറിൽ നിന്നും ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയ വ്യക്തികൾ, ഇനി അങ്ങനെ തന്നെ ആയുസ് മുഴുവൻ ജീവിക്കേണ്ടി വരും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് അത്ഭുതകരമായൊരു സൗഖ്യം നൽകുകയാണ്. ഒരു സൗഖ്യത്തിൻ്റെ നദി തന്നെ ഒഴുകുകയാണ്. സ്പിരിച്വലി ദൈവിക രോഗസൗഖ്യത്തിൻ്റെ നദി അനേക സ്ഥലങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിടുതൽ സ്വീകരിക്കുക. അലർജികൾ സൗഖ്യമാകട്ടെ, BP നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, ഷുഗർ നോർമലാകട്ടെ, മറ്റുള്ള ശരീരത്തിലെ വ്യവസ്ഥകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നോർമൽ സ്ഥിതിയിലേക്ക് വരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ ഉഷ എന്ന പേരുള്ള സഹോദരിയെ കർത്താവ് പ്രത്യേകമായി സൗഖ്യമാക്കി ഞാൻ കാണുന്നു. ഉഷയുടെ ശരീരത്തിൽ എന്തോ പ്രയാസങ്ങൾ നിമിത്തം ശരീരം വല്ലാതെ വീർത്ത് വരുന്ന, ഭക്ഷണം കഴിച്ചിട്ടല്ല, അല്ലാതെ തന്നെ ശരീരം ചീർക്കുന്ന ആ രോഗം സൗഖ്യമാകട്ടെ. ഉഷയെപ്പോലെ അതേ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. സൗമ്യ എന്ന പേരുള്ളൊരു സഹോദരിയെയും കർത്താവ് സൗഖ്യമാക്കേണ്ട. ആസ്മ രോഗമുള്ള സൗമ്യ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി. താങ്ക് യു ഫാദർ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഓരോ വിടുതലിനുമായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD കളും ആവശ്യമുള്ളവർക്ക് ഫോൺ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കൂടാതെ പുതിയതായി ആരംഭിച്ച വെബ്സൈറ്റിലൂടെ, സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം, വെബ്സൈറ്റിലൂടെ ഓൺലൈനായി വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്കത് കരസ്ഥമാക്കാം. ഇന്ന് തന്നെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ഇൻ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ബെൽസെബൂൽ ആരാണ്? ഹൂ ഈസ് ബെൽസെബൂൽ? ഓപ്ഷൻസ്: എ ദൂതന്മാരുടെ തലവൻ, ബി നീതിയുടെ രാജകുമാരൻ, സി ഭൂതങ്ങളുടെ രാജകുമാരൻ, ഡി ഭൂതങ്ങളുടെ തലവൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.